ചക്കക്കൊതിച്ചായ എനിക്ക് ഒരു മൂക്കാത്ത ചക്ക പഴുത്ത് കിട്ടി. അത് മുറിച്ച് നോക്കിയപ്പോൾ തന്നെ ഹസ്ബൻഡ് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ എനിക്ക് ചക്ക കിട്ടാനുമില്ല, ചക്കയ്ക്ക് കൊതിയും. എനിക്കാണെങ്കിൽ ചക്ക കൂട്ടാൻ വയ്ക്കുന്നത് ഇഷ്ടം. അപ്പോൾ പിന്നെ കിട്ടിയതായി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാലേ, ആ ചക്കച്ചോള പറിച്ച് വേവിച്ചു, കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ട് ഇന്ന് ഞാനതിനെ മിക്സിയിലിട്ട് അടിച്ചെടുത്തു, 2 ഏലക്കയും കൂടെ ചേർത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ട് 4-5 വെല്ലം ശർക്കര ഉരുക്കി. ഈ ചക്കക്കൂട്ടിൽ ശർക്കര ഉരുക്കിയതും ഒരു 1-1.5 കപ്പ്, അളന്നൊന്നുമില്ല, അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ച്. ഞങ്ങൾക്ക് ഇവിടെ വാഴയൊന്നും കാര്യമായിട്ടില്ല കേട്ടോ. ഉള്ളതിന് ചെറിയ ഇല പറിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ പരത്തി ആക്കി. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് ഇലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കനം കുറഞ്ഞ് കേട്ടോ. പിന്നെ ബാക്കി വന്ന മാവ് പ്ലാവില 5-6 പറിച്ചു കൊണ്ടുവന്ന് അതും കൂടി ആക്കി പുഴുങ്ങി. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ബ്രൗൺ കളറിലുള്ള കുമ്പിളിനേക്കാൾ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടമല്ലേ ചക്കക്കുമ്പിൾ? എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പ്ലാവ് ഉണ്ടായിരുന്നപ്പോൾ നല്ല മധുരമുള്ള വരിക്ക ചക്ക കൊണ്ട് നല്ല ബ്രൗൺ കളറിൽ ചക്ക വരട്ടി വയ്ക്കും. എന്നിട്ട് അത് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ചക്കക്കുമ്പിളൊക്കെ ആക്കാറുണ്ടായിരുന്നു. അപ്പം കിട്ടിയതായി, എന്തായാലും സന്തോഷം. പിന്നെ ഞാൻ അതിന് ചക്കക്കുരു എടുത്ത് ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കി, ചക്കക്കുരു ചീര മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കി. അപ്പം ചക്ക മിസ്സായില്ല.